ഇപ്പം നമ്മൾ വീട് വെക്കുമ്പോൾ പലപ്പോഴും എല്ലാവരും ചെയ്യുന്നൊരു കാര്യമുണ്ട്. ആദ്യം ആ വീടിൻ്റെ 4 വശവും വല്ല മരങ്ങളുണ്ടെങ്കിൽ ആ മരങ്ങൾ മുഴുവൻ അങ്ങ് വെട്ടിത്തെളിക്കുക. എന്തിനാണ് നമ്മൾ അത് പറയുന്നത്? ഈ കരിയില വീണ് വീടിൻ്റെ മുറ്റം മുഴുവൻ വൃത്തികേടാകും, മറ്റ് കാര്യങ്ങൾ. പക്ഷേ ഇത് നൽകുന്ന തണലോ ഇത് നൽകുന്ന കൂർമയോ ഒന്നും ആരും കൺസിഡർ ചെയ്യാറില്ല. അപ്പോൾ അതാണ് ഹാബിറ്റാറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത. ഹാബിറ്റാറ്റുമായിട്ട് നമ്മളൊരു കൺസ്ട്രക്ഷനിൽ ഏർപ്പെടുമ്പോൾ ഹാബിറ്റാറ്റ് അവിടെ നിൽക്കുന്ന ഒരു മരവും മുറിക്കാറില്ല. ആ മരം മുറിക്കേണ്ട ഒരവസ്ഥ വന്നാൽ മരമല്ല മുറിക്കുന്നത്, നമ്മളെ കെട്ടിടത്തെ ഏതെങ്കിലും ഹോൾസോ, ഉദാഹരണത്തിന് എൻ്റെ വീടിൻ്റെ ഷെയ്ഡിൻ്റെ അവിടെ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഹോളിൽ കൂടെ ഒരു ഇലഞ്ഞിയെ നമ്മൾ കയറ്റി വിട്ടു, അതുപോലൊരു മഞ്ചാടി, അങ്ങനെ 2 മരത്തെ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ കയറ്റി വിട്ടിട്ടുണ്ട്. ഇപ്പോൾ അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താ? ഇപ്പോൾ എൻ്റെ വീടിൻ്റെ മുകളിൽ, പുതിയ വീടിൻ്റെ മുകളിൽ, ഈ ലൈബ്രറിയുടെ മുകളിൽ കുട പിടിക്കുന്നത് പോലെ ഈ ഇലഞ്ഞിയും ഇതും നിൽപ്പുണ്ട്. പക്ഷെ ഓഫ് കോഴ്സ് ഇലഞ്ഞി പൂക്കുന്ന സമയമാണ്, ഇലഞ്ഞി പൂ ഇങ്ങനെ കണ്ടമാനം കൊഴിയും. പക്ഷെ എല്ലാ ആഴ്ചയിലും നമ്മളൊന്ന് വൃത്തിയാക്കി കൊടുത്താൽ മതി മുകൾ വശം. ആ വൃത്തിയാക്കുന്നതും ഈ കുട പിടിക്കുന്നതും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നോക്കി, ഈ കുട പിടിക്കുന്നത് കൊണ്ട് ചൂടില്ല. അപ്പം ഒരു ഇലയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു പൂവിൻ്റെ ഉണ്ടാകുന്ന ഒരു നഷ്ടത്തിന് വേണ്ടി, പൂവുണ്ടാകുന്ന ഒരു വൃത്തിയിലാക്കുന്നതിനെ പറ്റി നമ്മൾ വേവലാതിപ്പെടുകയും അതിന് പകരം നമ്മൾ മരം മുറിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ്. അതല്ല നമ്മൾ ചെയ്യേണ്ടത്. വീട് എപ്പോഴും എക്കോ ഫ്രണ്ട്ലി ആയിരിക്കണം. ആ ഉള്ള മരങ്ങൾ മുഴുവൻ നിലനിർത്തിക്കൊണ്ട് തന്നെ വീട് കൺസ്ട്രക്ട് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നടക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഹാബിറ്റാറ്റിനെ ഇത് ഏൽപ്പിച്ചതും. കാരണം എനിക്ക് എൻ്റെ അവിടെ വീട്ടിലുള്ള ഒരു മരവും മുറിക്കാൻ ഞാൻ തയ്യാറല്ല, ഇതുവരെ അങ്ങനെ ചെയ്തിട്ടുമില്ല. ഈ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ പറമ്പിൽ വേണമെങ്കിൽ ഓർഗാനിക് ഫാമിങ് നടത്താം. കാരണം അവിടെ നമ്മൾ യാതൊരു പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കാറില്ല, വർഷങ്ങളായിട്ട് ഈ രാസവളങ്ങൾ ഇടാറില്ല, യാതൊരു സാധനവും ഇടാറില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അത് കാരണം നമുക്ക് ഒരു മൊത്തം അറ്റ്മോസ്ഫിയർ. ഇനി ഈ മരത്തിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ദിവസവും രാവിലെ എന്തുമാത്രം കിളികളാണ് വരുന്നത്. ഈ കിളികളുടെ ശബ്ദം കേൾക്കുന്നതിന് എന്ത് രസമാണ്. അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ 4 വശവും ധാരാളം ഈ മൺചട്ടികൾ വെച്ചിട്ടുണ്ട്, വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കിളികൾ വന്ന് വെള്ളം കുടിക്കുകയും കുളിക്കുകയും, ഉച്ചയാകുമ്പോൾ എന്തോ ബഹളമാണെന്നറിയോ, എല്ലാവരും കൂടെ വന്നിട്ട് വെള്ളം കുടിക്കുക, കുളിക്കുക. അതൊക്കെ ഈ മരത്തിൻ്റെ ഒരു പ്രത്യേകത. മരമില്ലെങ്കിൽ ഇതുങ്ങളൊന്നും വരത്തില്ല. പിന്നെ നമുക്ക് മാവുണ്ട്, അതുപോലെ ഫലവൃക്ഷങ്ങളുണ്ട്. ഇതിലെ പലപ്പോഴും മാങ്ങ നമുക്ക് പറിക്കാൻ പറ്റില്ല, ഉയരത്തിലൊക്കെയാണ്. അപ്പോൾ ഇതുങ്ങളൊക്കെ ജീവിക്കുന്നത് ഇതുകൊണ്ടൊക്കെയാണ്. അപ്പം അങ്ങനെ ഈ മരം കൊണ്ട് നമുക്ക് പ്രയോജനം, കിളികൾക്ക് പ്രയോജനം, അതുപോലെ തന്നെ മൊത്തം അന്തരീക്ഷത്തിൻ്റെ ഒരു സന്തുലിതാവസ്ഥ. അപ്പം ഞങ്ങൾ ഇന്നലെ പറയുകയും ചെയ്തു, ഞങ്ങളവിടെ നന്നായിട്ട് വീടിൻ്റെ ഭാഗവും അതിൻ്റെ അടുത്തൊക്കെ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. പക്ഷെ അവിടുന്ന് ഒരു 2 മിനിറ്റ് നടക്കാവുന്ന ദൂരത്തിൽ മഴയില്ല. ഭയങ്കര രസമാണ്. നമ്മളൊരു ഫിലിം വരും, നമുക്ക് നോക്കുന്ന പറഞ്ഞാൽ അവിടെ ഒന്നും മഴയില്ല, നമുക്ക് മാത്രം മഴ. അപ്പോൾ എപ്പോഴും ഈ മഴ പെയ്യുന്നത് ഈ അന്തരീക്ഷത്തിലെ ഹ്യൂമിഡിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. മരം ഉണ്ടെങ്കിൽ ഹ്യൂമിഡിറ്റി കൂടും, യാതൊരു സംശയമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാം റിലേറ്റഡാണ്. അപ്പോൾ അതുകൊണ്ട് മരം വെട്ടാതെ തന്നെ നമുക്ക് വീട് വെക്കാൻ പറ്റും. അതുപോലെ നിലത്ത് ഈ ടൈൽസ് ഇടാതെ തന്നെ നമുക്ക് മുറ്റം ശരിപ്പെടുത്താൻ പറ്റും. അവിടെ നമുക്ക് നാച്ചുറലോ അല്ലെങ്കിൽ കൃത്രിമമായിട്ടൊക്കെ പുല്ല് വെക്കാമല്ലോ. എന്തിനാ ഈ പച്ചപ്പ് നമ്മൾ വളരെ ഈസി ആയിട്ട് കിട്ടാവുന്ന പച്ചപ്പ് നമ്മൾ ഇല്ലാതാക്കുന്ന എന്തിനാണ്? അത് നമ്മൾ നമുക്ക് ഭൂമി ചവിട്ടി നടക്കാനുള്ള ഒരു സ്ഥലം വേണം, അതാണ് വേണ്ടത്. പുല്ലും പുഴുക്കളും പൂക്കളും ഒക്കെ നമുക്ക് ആവശ്യമാണ്. അങ്ങനെയുള്ള ഒരു എക്കോ ഫ്രണ്ട്ലി ഹൗസിനാണ് നമ്മൾ എല്ലായ്പ്പോഴും ശ്രമിക്കുന്നത്. അതിന് ഞാൻ പറഞ്ഞില്ലേ, ഹാബിറ്റാറ്റ് എന്നെ സഹായിച്ചിട്ടുണ്ട്.